ദൈവത്തിൻ്റെ അതിവിശുദ്ധിയ നാമം വാഴ്ത്തുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വീഡിയോയിൽ നോക്കുന്നത് എനിക്ക് വളരെ സന്തോഷം. ഈ ദിവസത്തിലെ നിങ്ങളോട് പകർക്കാൻ വചനഭാഗം, ഈ വചനത്തിലെ ഞാൻ കൊടുത്തിരിക്കുന്ന ടാപ്പിക്ക് നീയാണ് എൻ്റെ എല്ലാം, നമ്മുടെ കർത്താവാണ് എല്ലാം. ഓക്കെ, നാം വചനഭാഗമായിട്ട് നോക്കുന്നത് സഖറിയാവ് പുസ്തകം 3-ാമത്തെ അധ്യായം 3-5. ഈ വചനത്തെ ഞാൻ ചുരുക്കമായിട്ട് പറയാൻ പോകാനിരിക്കുന്നു. ഈ വചനത്തിൻ്റെ കാര്യം എന്നവെങ്കിൽ, സഖറിയാവ് പ്രവാചകൻ നോക്കുന്നത് ഒരു ദർശനം. ആ ദർശനത്തിലെ യോശുവ മുഷി നിറഞ്ഞ വസ്ത്രത്തെ ധരിച്ചുകൊണ്ട്, അഴുക്ക് വസ്ത്രം, മുഴിഞ്ഞ വസ്ത്രം അത് ധരിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് പോലെ ഒരു ദർശനം. അതിലെ ദൈവം, യഹോവയായ ദൈവം ആ ദൈവദൂതരോട് വിളിക്കുന്നത് യോശുവാവുക്ക് നല്ല വസ്ത്രം ധരിപ്പിക്കാം, നല്ല ഗ്രീഡമല്ല, അത് മുൻപിലെ ആ ഗ്രീഡമല്ല. പിറകു സഖറിയാവിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിലെ ഗ്രീഡത്തെ വയ്ക്ക വേണ്ടി ദൈവം ദൂതരോട് പറയற ആ വിഷയം വരണത്. ഇതിലെ മുഷിഞ്ഞ വസ്ത്രത്തെ നാം നോക്കാം ഇരിക്കുന്നു. വസ്ത്രം എന്നുള്ള ഒരു കാര്യത്തെ നാം വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ അത് രക്ഷണത്തെ കുറിക്കും. വസ്ത്രം എന്നുള്ള അർത്ഥം, ആത്മീകമായിട്ടുള്ള ഒരു അർത്ഥം രക്ഷ. അതേ നാം ബൈബിളിൽ നോക്കുമ്പോൾ ഏശയ്യാവിൻ്റെ പുസ്തകത്തിലെ 61-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിലെ നാം നോക്കാം. ഗ്രീഡം അത് എന്ന അർത്ഥമായിട്ട് കുറിക്കുന്നത്, ഗ്രീഡം വിശുദ്ധി, വിജയം, അന്തസ്ത്, നിത്യജീവൻ. ദൈവം നൽകുന്ന നമുക്ക് അന്തസ്ത്, വിശുദ്ധി, വിജയം, നിത്യജീവൻ, ഈ കാര്യങ്ങളെയെല്ലാം കുറിക്കുന്നത് ആ ഗ്രീഡത്തെ. ഗ്രീഡം എന്നുള്ള ഒരു അടുത്തതായിട്ടുള്ള ഒരു ആത്മീക ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ, ആത്മീകമായിട്ടുള്ള അർത്ഥം ഗ്രീഡത്തിൻ്റെ അർത്ഥം വിശുദ്ധി, വിജയം, അന്തസ്സ്, നിത്യജീവൻ. ഇതേ ഏശയ്യാവിൻ്റെ പുസ്തകത്തിലെ 64-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം നമുക്ക് പറയുന്ന ഒരു വിഷയം, നമ്മുടെ നീതിയും നമ്മുടെ വിശുദ്ധിയും പൊടിയാണ്. നാം ചിന്തിക്കുന്നത്, ഞാൻ എല്ലാ രീതിയിലും നീതിയായിട്ട് ജീവിക്കാം, ഐ എം എവറിത്തിങ്, ഐ ആൾവേസ് പെർഫെക്റ്റ്. നമ്മുടെ ചിന്ത എല്ലാം ഞാൻ ശരിയായിട്ട് ഇരിക്കാം, എനിക്ക് ഒരു കുറവുമല്ല, ഞാൻ ഒരു കുற்றവും ചെയ്തിട്ടല്ല എன നമ്മുടെ സ്വന്ത ജീവിതത്തെ വെച്ചുകൊണ്ട് നാം സ്വന്തമായിട്ട് നാം അസൂയ ഉള്ള പ്രൈഡായിട്ട് പറയാം. അതേ വചനം പറയறது നമ്മുടെ നീതിയും നമ്മുടെ വിശുദ്ധിയും പൊടിയാണ്. അതിലെ ഒരു ഭാഗം ഞാൻ വായിക്കുന്നത്, നീതി പ്രവൃത്തികൾ ഒക്കെയും കറപ്പുരണ്ട തുണി പോലെ. നമ്മുടെ നീതിയെല്ലാം മുഷിഞ്ഞ വസ്ത്രമായിട്ടിരിക്കുന്നു, നമ്മുടെ വിശുദ്ധിയെല്ലാം മുഷിഞ്ഞ വസ്ത്രമായിട്ടിരിക്കുന്നു. ഇതേ അറിഞ്ഞ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഞാൻ കുറയണം, എൻ്റെ ദൈവം വർദ്ധിപ്പിക്കണം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്ക്, ഞാൻ കുറയണം, എൻ്റെ ദൈവം വർദ്ധിപ്പിക്കണം. ആ താഴ്മയായിട്ടുള്ള വാക്ക് നാം ഈ ദിവസത്തിലെ ഈ കാലത്തിൽ നാം പറയാമോ? അനേക സമയം എൻ്റെ വിശുദ്ധി, ഞാൻ കറക്റ്റായിട്ട് ജീവിച്ചു, ഞാൻ കറക്റ്റായിട്ടിരുന്നു, എല്ലാം നാം സ്വയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ യോഹന്നാനിൻ്റെ പുസ്തകത്തിൽ പറയരുത്, യോഹന്നാൻ അറിഞ്ഞ ഒരു നല്ല കാര്യം എല്ലാം ദൈവത്തിനാണത്, നമ്മുടേത് അല്ല. നമ്മുടെ സ്വന്ത ശക്തിയാലോ നമ്മുടെ സ്വന്ത ബലത്താലോ ഒന്നുമല്ല. ഇതുപോലെ ഒരു പാട്ടും ഉണ്ട് മലയാളത്തിലെ,
എൻ ശക്തിയാലല്ല കൈകളുടെ ബലത്താലല്ല നിന്ദയല്ലല്ലോ എന്നെ നടത്തിയത്. ഈ പാട്ട് നമുക്ക് ഉണർത്തുന്ന ഒരു കാര്യം നമ്മുടെ ശക്തിയോ നമ്മുടെ കൈകളുടെ ബലമോ നമ്മുടെ സ്വന്ത ബലത്തിലോ ഒന്നുമല്ല. നമ്മുടെ ആത്മീകമായിട്ടുള്ള കാര്യത്തിലും ശരി ഈ ലോകത്തിനായിട്ടുള്ള കാര്യവും ശരി എല്ലാം ദൈവത്തിലുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ സാധ്യമല്ലാതെ നമ്മളാലെ ഒന്നും ചെയ്യാതിരിക്കും. കർത്താവ് ഇതുപോലെ പറയുന്നത്, ഞാനില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്തിട്ടല്ല. കർത്താവിൻ്റെ ശക്തി അല്ലാതെ എല്ലാം യാർ നൽകുന്നത്? ദൈവം നൽകുന്നത്. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ വിശുദ്ധിയം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ആത്മീകമായിട്ടുള്ള അനുഗ്രഹം, ഈ ലോകത്തിനായിട്ടുള്ള അനുഗ്രഹം യാർ ലഭിക്കുന്നത്? ദൈവം മാത്രമേ ലഭിക്കുന്നത്. ആ ചിന്തയോട് കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്താം. യോഹന്നാൻ സ്ഥാപകൻ പറഞ്ഞതുപോലെ നാം നമ്മുടെ സ്വയം കുറഞ്ഞ് ദൈവം നമ്മിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം താഴ്മയുള്ളവരായിട്ട് ജീവിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിട്ട് സമർപ്പിക്കാം. ഈ തിരുവചന ഭാഗം മുഖാന്തരമായിട്ട് ദൈവത്തിൻ്റെ നാമമഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.